തീരുമാനം ഉറപ്പിച്ചെടുക്കണം. നന്നിട്ട് പ്രാർത്ഥിച്ചോ. ബന്ധനം കർത്താവ് അഴിച്ചു, കർത്താവ് അഴിച്ചു, കർത്താവ് അഴിച്ചു. കർത്താവ് അഴിക്കാൻ പോവാണ്, കർത്താവ് അഴിക്കുക. കർത്താവ് അഴിച്ചു. നന്ദി പറയട്ടെ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഉറങ്ങാൻ പോകണം. ഇവിടെ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, കണ്ണടച്ച് പിടിക്കാം. യേശു ആരാധന ദൈവമേ, യേശു ആരാധന കർത്താവ്. സ്തുതിക്കട്ടെ, യേശുവേ വിളിക്കട്ടെ. പോരാ, കെട്ടണിയട്ടെ. മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി. മുട്ടുമെന്നിക്കാം, 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 മുട്ടുമെന്നിക്കാം. ഈ ആരാധന ജീവിക്കുന്നവനായ ദൈവം ഈ തിരുവോസ്തിയിൽ വസിക്കുന്നു. സത്യസഭയുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് പരിശുദ്ധ കുർബാന. കർത്താവിന്റെ കാൽവരി ബലിയുടെ അനുസ്മരണം, ഉത്ഥാനത്തിന്റെ അനുസ്മരണം, സഭയുടെ അനുസ്മരണം, സഭയിലെ ആഘോഷം, രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷം. അതിന്റെ ഫലമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശു സന്നിഹിതനാണ്. നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. പരിശുദ്ധ കുർബാനയുടെ പവർ ഒഴുകട്ടെ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. ഈ സമയം നിയോഗം വെച്ചുകൊണ്ടാണ് ഈ ആരാധന നടത്തുക. നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധന നടത്തി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ യേശുനാമത്തിൽ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ.
ഈശോയെ, ഞങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ, വിശ്വസിക്കാനുള്ള അഭിഷേകം തരണമേ. അപ്പസ്തോലന്മാര് നിന്നോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. രക്തസ്രാവക്കാരിയിലുണ്ടായ അതേ വിശ്വാസം ഞങ്ങൾക്ക് തരണേ. ബർത്തമീസ് എന്ന അന്ധയാചകനിലുണ്ടായ വിശ്വാസം ഞങ്ങൾക്ക് തരണേ. ആഴമുള്ള വിശ്വാസം തരണേ. തോമാസിലേക്ക് കിട്ടിയ അതേ വിശ്വാസം തരണേ. യോഹന്നാൻ അപ്പസ്തോലിന് കിട്ടിയ വിശ്വാസം തരണേ. സ്വയം വിശ്വാസം തരണേ. വിശ്വാസം തരണേ. നിൻ കരത്തിനാശ്ലേഷം ദൈവമേ, പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിനാശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ, ചേർന്ന് പാടാമോ? തേജസ്സിനും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഉറക്കെ പാടാമോ? തുറന്നു പാടിക്കേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ചേർന്നൊരിക്കൽ പാടാമോ? ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയെ, പാവങ്ങളാണ് ദൈവമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഒന്നുമില്ലാത്തവരാ കർത്താവേ, ഞങ്ങളുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, യേശുവേ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. പാപിനെ പോലെ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. എല്ലാവരും തുറന്നു പാടിക്കും. തേജസ്സെഴും നിൻമുഖമേ, ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സെഴും നിൻമുഖമേ, ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമേ, ഹൃദയത്തിനാനന്ദമേ. കൈകൂടി പിടിച്ച് എല്ലാം സമർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. യേശു കേൾക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭിഷേകം ഉറപ്പാണ്. കത്തഴിയട്ടെ. ഈ സമയത്ത് കർത്താവ് നിന്റെ മേലുള്ള ബന്ധനങ്ങൾ കത്തഴിച്ചു വിട്ട്
മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങൾ സുവിശേഷം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ദൈവമേ, ആരാധ്യൻ യേശുപരാ, യേശുപരാ വണങ്ങുന്നു വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും തേജസ്സിലും നിൻമുഖമൻ നിൻമുഖമേ ഹൃദയത്തിൽ ആനന്ദമേ. ഹൃദയത്തിൽ ആനന്ദമേ. കരമുയർത്തി ഈശോയേ. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായ പ്രാർത്ഥന നടക്കട്ടെ. ഈ സമയത്ത് നിരവധി അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കാൻ പോവാം. പ്രവർത്തിക്കുന്നു, വിശ്വസിക്കാം. ഹൃദയം മുഴുവൻ ഈശോ കൊടുക്കാം. വേദന മുഴുവൻ സമർപ്പിച്ച് എല്ലാ കണ്ണുനീരും കൊടുക്കാം. കർത്താവെ, ഒരുപാട് തകർന്നു പോയ മക്കളുണ്ട് ഇവിടെ. ഒരുപാട് വേദനിക്കുന്ന മക്കളുണ്ട്. പാപത്തിന് അടിമവേല ചെയ്യേണ്ടി വന്ന മക്കളുണ്ട്. പിശാചിന്റെ അടിമകളായിട്ട് തീർന്ന മക്കളുണ്ട്. ദൈവമേ, മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും കൊണ്ടും തകർന്നുപോയ മക്കളുണ്ട്. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗരതികളും ബ്ലൂ ഫിലിമുകൾക്ക് അടിമപ്പെട്ട മക്കളുണ്ട്. ധനാസക്തി, കോപം, വൈരാഗ്യം, പ്രതികാര ചിന്ത, ജീവിത വ്യഗ്രത അടിമപ്പെട്ട മക്കളുണ്ട്. നിരാശ, കുറ്റബോധം അടിമപ്പെട്ട മക്കളുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. വിശ്വാസം കിട്ടുന്നില്ലെന്ന് പറയുന്ന മക്കളുണ്ട്. യുക്തിചിന്തകൾ നിറഞ്ഞ മക്കളുണ്ട്. എല്ലാറ്റിലും കുറ്റം കാണുന്ന മക്കളുണ്ട്. കുറവ് കാണുന്ന മക്കളുണ്ട്. പരാതി പറയുന്ന മക്കളുണ്ട്. കള്ളത്തരം കാണിക്കുന്നവരുണ്ട്. കാപട്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. എളിമയില്ലാത്തവരുണ്ട്. അഹന്ത നിറഞ്ഞവര്, ഒറ്റപ്പെട്ടു പോയവര്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവര്, സർവരാലും വെറുക്കപ്പെട്ടവര്, മനസ്സിടിഞ്ഞ മക്കൾ, എനിക്കിനി ഒരു ഭാവിയുമില്ലെന്ന് പറയുന്ന മക്കൾ, എല്ലാം തീർന്നുവെന്ന് പറയുന്ന മക്കൾ, വലിയ കടബാധ്യത കൊണ്ട് നിറഞ്ഞ മക്കളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടക്കണിയിൽ കഴിയുന്ന മക്കളുണ്ട്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കളുണ്ട്. സഹായിക്കാൻ ആരുമില്ലാത്ത മക്കളുണ്ട്. ഭവനമില്ലാത്ത മക്കൾ വന്നിട്ടുണ്ട്. ജോലിയില്ലാത്ത മക്കൾ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ വന്നിട്ടുണ്ട്. ധാരാളം ദമ്പതികൾ വന്നിട്ടുണ്ട്. ദൈവമേ, യുവാക്കൾ, യുവതികൾ എത്തിയിട്ടുണ്ട്. ദൈവമേ, പഠിക്കുന്ന കുഞ്ഞുമക്കൾ തകർന്നു വന്നിട്ടുണ്ട്. ദൈവമേ, സാത്താന്റെ പീഡനത്തിൽപ്പെട്ട്, പ്രലോഭനത്തിൽപ്പെട്ട് തകർന്നുപോയ ജീവിതങ്ങൾ വന്നിട്ടുണ്ട്. വഴിവിട്ട ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും പെട്ട മക്കൾ വന്നിട്ടുണ്ട്. മാതാപിതാക്കളാൽ തകർക്കപ്പെട്ടവര് വന്നിട്ടുണ്ട്. ജീവിത പങ്കാളിയാൽ നശിപ്പിക്കപ്പെട്ടവര് വന്നിട്ടുണ്ട്. ചതിക്കപ്പെട്ടവര്, വഞ്ചിക്കപ്പെട്ടവര് വന്നിട്ടുണ്ട്. ഒരുപാട് കണ്ണുനീരൊടുക്കേണ്ടി വന്ന മക്കൾ വന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവര് വന്നിട്ടുണ്ട്. കണ്ണുനീരാണ് എന്റെ ഭക്ഷണമെന്ന് പറയുന്ന മക്കൾ വന്നിട്ടുണ്ട്. മദ്യപാനികളുള്ള കുടുംബങ്ങളിലുള്ള മക്കൾ വന്നിട്ടുണ്ട്. ദൈവമേ, രോഗികൾ വന്നിട്ടുണ്ട്. ദൈവമേ, മാരക രോഗികൾ വന്നിട്ടുണ്ട്. മാറാ രോഗികളും വന്നിട്ടുണ്ട്. ക്യാൻസർ രോഗികള്, തളർവാദ രോഗികള്, ഹാർട്ട് സംബന്ധമായ രോഗികളായ മക്കൾ, മാരക രോഗത്തിൽപ്പെട്ട മക്കൾ വന്നിട്ടുണ്ട്. ദാരിദ്ര്യം നിറഞ്ഞ മക്കൾ, ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത മക്കൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ലാത്ത മക്കൾ വന്നിട്ടുണ്ട്. ക്ഷീണിച്ച മക്കൾ വന്നിട്ടുണ്ട്. തളർന്ന മക്കൾ വന്നിട്ടുണ്ട്. ദൈവമേ, കരം ഉയർത്തണം. കർത്താവേ, നിന്റെ കരം ഉയർത്തണം. ഈ മക്കളുടെ മേൽ അങ്ങയുടെ കൈകൾ നീട്ടണമേ. കർത്താവേ, അങ്ങയുടെ കൈകൾ നീട്ടണമേ. കർത്താവേ, അങ്ങയുടെ കൈകൾ നീട്ടണമേ. അടിമച്ചങ്ങല പൊട്ടിക്കണം. അടിമച്ചങ്ങലകൾ പൊട്ടിക്കാൻ കർത്താവേ കൈ നീട്ടണേ.
കരത്തിനാശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ഈശോ, നിൻ കരത്തിൻ മക്കളെ, നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും വിശ്വാസത്തോടെ, അതെ വിശ്വാസത്തോടെ ഈശോട് തുറന്നു പറയട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ വിടുതലും സൗഖ്യവും യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കും. ഞങ്ങൾ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാർഡിനൽസിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ മെത്രാപ്പോലിത്തമാർക്കു വേണ്ടിയും എല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ രൂപത, കാഞ്ഞിരപ്പള്ളി രൂപതയെ കർത്താവെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അഭിമന്യ പിതാവിനെയും പിതാവിനോടൊപ്പമുള്ള അനേകം വൈദികരെയും എല്ലാ ഈ രൂപതയിലുള്ള മുഴുവൻ വൈദികരെയും എല്ലാ സമർപ്പിതരെയും മുഴുവൻ കുടുംബങ്ങളെയും എല്ലാം പ്രത്യേകം സമർപ്പിച്ചു. ചുറ്റുമുള്ള എല്ലാ രൂപതകളെയും ഇടവകകളെയും ദൈവമക്കളെ വൈദികരെയും സമർപ്പിതരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. നാനാജാതി മക്കളെയും ഈശോയെ നിന്റെ പരിപാലയ്ക്കായിട്ട് സമർപ്പിക്കും, കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ആലയത്തെ കൂടി സമർപ്പിക്കും. ദൈവമേ, ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ പദ്ധതി പ്രകാരം എപ്പോഴും ഇവിടെ ആരാധന നടക്കാൻ നീ ഇടവരുത്തണമേ. രാവും പകലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ ആലയത്തെ പൊതിഞ്ഞു നിർത്തണമേ. ഇസ്രായേൽ ജനത്തിന്റെ മീതെ വെളുത്ത് കട്ടിപിടിച്ച മേഘത്തിന്റെ രൂപത്തിൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം രാവും പകലും നിലനിന്നതുപോലെ ഈ ആലയത്തിന് പൊതിഞ്ഞങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ ആലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് ഈ ആരാധന നടത്തുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണം. ഈ ആലയത്തിലെ ശുശ്രൂഷകരെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. ഓരോ ശുശ്രൂഷകരെ ഏറ്റെടുക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. ടെലിവിഷൻ പ്രോഗ്രാം പറുദീസ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഷാലോമിലെ പറുദീസ ശുശ്രൂഷ ഏറ്റെടുക്കണേ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം കോടിക്കണക്കിന് മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ ഇടവരുത്തണം. ഗുഡ്നസ് ടെലിവിഷൻ സമർപ്പിക്കുന്നു. അത് നടക്കുന്ന കൃപാഭിഷേകം ശുശ്രൂഷ സമർപ്പിക്കുന്നു. അഭിഷേകമാക്കണമേ. അത് സഹായിക്കുന്ന അനേക സഹോദരങ്ങൾ, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങളും ഈശോയെ ഒരു പ്രത്യേക അഭിഷേകം ചെയ്യണം. ഈശോയെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ശുശ്രൂഷകൾ, ഇവന്റ്സ് ഓൺലൈൻ ശുശ്രൂഷ, ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷ, കർത്താവേ അത് കൂടുതൽ അഭിഷേകമാക്കണമേ. പവറാക്കി മാറ്റണമേ. ഈശോ, ഈ സമൂഹത്തിൽ അങ്ങ് പ്രവർത്തിക്കണേ. ഇപ്പോൾ ഈശോ, വിശ്വാസത്തോടെ ആരെല്ലാം അങ്ങേ വിളിക്കുന്നു അവരെല്ലാം അങ്ങേ അനുഭവിക്കാൻ ഇടവരുത്തുന്നതിനെ നന്ദി പറയുന്നു. ഒറ്റ വിളി ഈശോയെ വിളിക്കട്ടെ. പോരാ, ഈശോയെ, ഈശോയെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. എന്റെ കർത്താവേ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. മനസ്സ് തുറന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം, കരഞ്ഞു വിളിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അത്ഭുതം നീ കാണട്ടെ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ
തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയെ, ഈശോയെ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥനാ വരം തരണമേ. ദൈവമേ, അങ്ങോട്ട് അടുക്കാനുള്ള കൃപ തരണമേ. വിശുദ്ധി തരണമേ, വിശുദ്ധി തരണമേ. ഞങ്ങളുള്ള അശുദ്ധമായതെല്ലാം ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിച്ച് ചാമ്പലാക്കണം. ഞങ്ങളെ വേട്ടയാടുന്ന പാപ അശുദ്ധി മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിച്ചു കളണമേ, കത്തിച്ചു കളയണമേ, വിശുദ്ധീകരിച്ചേണമേ. നിൻമൊഴികൾ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്നു. ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയെ, ഞങ്ങൾക്ക് വിശുദ്ധി തരണേ. അങ്ങയോട് കൂടെ ആയിരിക്കാൻ കൃപ തരണേ. പ്രാർത്ഥിക്കാൻ അഭിഷേകം തരണേ. ദൈവവചനം വായിക്കാൻ അഭിഷേകം തരണമേ. അഭിഷേകത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ കൃപ തരണേ. നല്ല കുമ്പസാരം നടത്താൻ അഭിഷേകം തരണമേ. നല്ല പാപബോധവും പശ്ചാത്താപവും തരണമേ. അനുതാപത്തിന്റെ കണ്ണുനീര് തരണമേ. പാവനിക്ക് കൊടുത്ത അനുതാപത്തിന്റെ കണ്ണുനീര് ഞങ്ങൾക്കും തരണേ. സമരിയാക്കാരിക്ക് കൊടുത്ത അനുതാപത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണേ. സക്കേവൂസിന് കൊടുത്ത മാനസാന്തരത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ. അന്തന്റെ കണ്ണു തുറന്ന കർത്താവെ, അങ്ങേ കാണാൻ വേണ്ടി ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കണം കർത്താവെ. അങ്ങേ അനുഭവിക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കണമേ. ഞങ്ങളെ വേട്ടയാടുന്ന എല്ലാ ബന്ധനം അഴിച്ചു വിടണമേ. വിശുദ്ധീകരിക്കണേ ഈശോ. പ്രാർത്ഥന ആത്മീയ അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ശക്തി തരണമേ. വചനം പ്രഘോഷിക്കാൻ ധൈര്യം തരണമേ. സത്യവും നീതിയും ധർമ്മവും കൊണ്ട് നിറയ്ക്കണമേ. സഭയെ സ്നേഹിക്കാൻ കൃപ തരണമേ. കൃപ തരണമേ ഈശോയെ. വിശുദ്ധരാക്കണമേ. ഞങ്ങളെല്ലാം വിശുദ്ധരാക്കണമേ. നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ഈശോ, ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ കരങ്ങളുയർത്തി സ്തുതിക്കാൻ പോവാണ്. ഈ സ്തുതിപ്പിന്റെ സമയത്ത് സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ. കുടുംബങ്ങളെ വേട്ടയാടുന്ന പൈശാചിക ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു.
ബഹിഷ്കരിക്കുന്നതിട്ട് കെട്ടടിച്ചുകൊണ്ട് യേശുനാമത്തിൽ അടിയട്ടെ. ബന്ധിച്ചടിക്കുന്നു. അടിയട്ടെ, 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 അടിയട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിലും അധികാരത്തിലും കൽപ്പിക്കുന്നു. ഈ സമൂഹത്തിന്റെ മേലുള്ള ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും പ്രവർത്തിക്കുന്ന പാപശക്തികളോട് കൽപ്പിക്കുന്നു. പാപശക്തികളോട് കൽപ്പിക്കുന്നു. പാപപിശാചിനോട് കൽപ്പിക്കുന്നു. മദ്യം, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ പിശാചുകളോട് കൽപ്പിക്കുന്നു. അത് ആരിലെല്ലാം ആവശ്യിച്ചിട്ടുണ്ടോ അവർ കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ മക്കളെ വിട്ട് നീ പോണം, നിത്യ നരകത്തിലേക്ക് പോകണമെന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. ഈ സമൂഹത്തിൽ ഏതെങ്കിലും മകന്റെ മേൽ, മകളുടെ ഉള്ളിൽ, മകന്റെ ഉള്ളിൽ വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗരതികള്, മ്ലേച്ഛ പാപങ്ങളുടെ ദുഷ്ടപിശാച് കുടിയിരിപ്പുണ്ടെങ്കിൽ ഹോസിയ 5:4 പറയുന്ന ആ ദുർഭൂതം, വ്യഭിചാര ദുർഭൂതം വസിക്കുന്നുണ്ടെങ്കിൽ ആ പിശാചിനോട് കൽപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. മത്തായി 28:20 വചനത്തിൽ കൽപ്പിക്കുന്നു. 19:20 വചനത്തിൽ കൽപ്പിക്കുന്നു. മത്തായി 16:20 വചനത്തിൽ കൽപ്പിക്കുന്നു. മത്തായി 10:1 വചനത്തിൽ കൽപ്പിക്കുന്നു. ലൂക്കാ 9:1-2 വചനത്തിൽ കൽപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തില് വീണ്ടും കൽപ്പിക്കുന്നു, വീണ്ടും കൽപ്പിക്കുന്നു. മത്തായി 28:18 ആ തിന്മയുടെ ശക്തികളെ, അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യ നരകത്തിലേക്ക് പോകണമെന്ന് യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിച്ചിരിക്കുന്നു. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഏതെങ്കിലും മകനില്, മകന്റെ ഉള്ളില്, അവന്റെ കുടുംബത്തില്, അധ്വാന മേഖലയില്, ബിസിനസ്സില്, ഭൂമിയില് ഏതെങ്കിലും പൈശാചിക ബന്ധനം പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രവിദ്യ, ബ്ലാക്ക് മാജിക്, ഏതെങ്കിലും പൈശാചിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ആ മകന്റെ മേലും ആ മകളുടെ മേലുമുള്ള ആ വസ്തുവിന്റെ മേലും ആ കൃഷിയിടത്തിന്റെ മേലും ബിസിനസ് സ്ഥലത്തിന്റെ മേലും പ്രവർത്തിക്കുന്ന ആ തിന്മയുടെ ശക്തിയെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മത്തായി 28:18 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് പറഞ്ഞയക്കുന്നു, നിത്യനരകത്തിലേക്ക് പറഞ്ഞയക്കുന്നു, ബഹിഷ്കരിച്ചയക്കുന്നു. അകന്നു പോവാം. അധികാരത്തോടെ കൽപ്പിക്കുന്നു, അധികാരത്തോടെ കൽപ്പിക്കുന്നു, അധികാരത്തോടെ, അധികാരത്തോടെ കൽപ്പിക്കുന്നു, അധികാരത്തോടെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. അഴിഞ്ഞു പോവാം, അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. ഈ സമൂഹത്തില് ഏതെങ്കിലും മകന്റെ മേൽ, മകളുടെ മേൽ മാരക രോഗങ്ങൾ, മാറാരോഗങ്ങളുണ്ടെങ്കിൽ, രോഗ അണുക്കൾ കൂടിയിരിപ്പുണ്ടെങ്കിൽ, തലച്ചോർ സംബന്ധമായ രോഗം, ട്യൂമറുകള്, കണ്ണിനകത്തുള്ള രോഗങ്ങൾ, കാഴ്ചക്കുറവുകൾ, ബ്രെയിൻ ഹെമറേജുകൾ, സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ, മെയിൻ ആൾട്ടറീസിന് ബ്ലോക്കുള്ള മക്കളുണ്ടെങ്കിൽ, ചെവികളിൽ രോഗങ്ങളുള്ള കേൾവി നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പിടലി സംബന്ധമായ രോഗബന്ധനമുണ്ടെങ്കിൽ, നട്ടലിന് രോഗമുണ്ടെങ്കിൽ, നടുവിന് ഡിസ്ക് രോഗമുണ്ടെങ്കിൽ, വയറിനകത്ത് വൻകുടലിലും ചെറുകുടലിലും ഉള്ള രോഗമുണ്ടെങ്കിൽ, ട്യൂമറുകൾ ഉണ്ടെങ്കിൽ,
ട്യൂമറുകളുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസർ രോഗങ്ങളുണ്ടെങ്കിൽ, ഹാർട്ട് സംബന്ധമായ രോഗബന്ധനങ്ങളുണ്ടെങ്കിൽ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായ രോഗമുണ്ടെങ്കിൽ, കിഡ്നി സ്റ്റോണുകളുണ്ടെങ്കിൽ, പാൻക്രിയാസിൽ രോഗമുണ്ടെങ്കിൽ, ശ്വാസകോശത്തിൽ രോഗമുണ്ടെങ്കിൽ, കരളസമായ രോഗമുണ്ടെങ്കിൽ, ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങളുടെ മേൽ അധികാരമുള്ള, സർവ്വാധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മത്തായി 28:16-18 വചനത്തില് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചവനായ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യനരകത്തിലേക്ക് പോകാൻ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകട്ടെ, അഴിഞ്ഞു പോകാൻ കൽപ്പിക്കട്ടെ. അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു, ബന്ധിച്ചടിച്ചു. കാലിന്റെ അസ്ഥികൾ രോഗമുള്ള മക്കള്, നടുവൊടിഞ്ഞു കിടക്കുന്ന മക്കള്, കാൽപാദങ്ങൾ രോഗമുള്ള മക്കള്, കാലിന് ഞരമ്പുകൾ രോഗമുള്ള മക്കള്, വിട്ടുമാറാത്ത വേദനയുള്ള മക്കള്, രോഗബന്ധനം. കർത്താവേ, അങ്ങയുടെ തിരുഹിതമെങ്കിൽ ഈ രോഗം മാറേണ്ടതാണെങ്കിൽ, അല്ല ഈ രോഗം ഇവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൊടുത്താണെങ്കിൽ, കർത്താവേ, അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. ചില വേദനകൾ, ചില ദുഃഖങ്ങൾ ഞങ്ങൾക്ക് നീ തരുന്നത് ഞങ്ങളുടെ മാനസാന്തരത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടിയാണ്. ദൈവം നന്ദി പറയുന്നു, അത് നന്ദി പറയുന്നു. അല്ല കർത്താവേ, അത് മാറേണ്ട രോഗമാണെങ്കിൽ, അങ്ങയുടെ പദ്ധതിയിലുള്ള രോഗമല്ല എങ്കിൽ ആ രോഗത്തെ ഈശോ ഇപ്പൊ എടുത്തു മാറ്റണമേ. യേശുനാമത്തിൽ രോഗങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സൗഖ്യദായക, സൗഖ്യം കൊടുക്കണം. നന്ദി കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്. ജോലി തടസ്സം, വിവാഹ തടസ്സമുള്ള മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, അവരുടെ മേലൊക്കെയുള്ള പൈശാചിക ബന്ധനങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, അവരുടെ മേൽ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ, അഴിയട്ടെ. എനിക്ക് നിനക്ക് പറഞ്ഞു ഈ സമൂഹത്തിലുള്ള ഏതെങ്കിലും മകന്റെ ഉള്ളിലോ കഠിന ഹൃദയരായ മക്കളുടെ, മാനസാന്തരപ്പെടാത്ത മക്കളോ, സാത്താൻ അത്രമാത്രം കഠിനമാറ്റി വെച്ചു. ഈ സമൂഹത്തിലുള്ള ഏതെങ്കിലും മക്കളുടെ ഭവനത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെയുള്ള ഏതെങ്കിലും കുടുംബിനികളുടെ കുടുംബനാഥൻ, ജീവിത പങ്കാളി ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, മക്കൾ ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, ഇവിടെ ഏതെങ്കിലും കുടുംബനാഥന്മാരുടെ ഭാര്യമാര് ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, മക്കൾ ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, ആ തിന്മയുടെ ശക്തിയെ, പാപത്തിന്റെ കൂട്ടുകെട്ടിനെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു, യേശുവിന്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുരിശുചുവട്ടിലേക്ക് പോകാൻ കൽപ്പിക്കുന്നു. നന്ദി കർത്താവ്, സ്തുതിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഇവിടെ ഉണ്ടെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ആ മക്കളുടെ തീരുമാനങ്ങളുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ, ആ പൈശാചിക ശക്തിയെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറട്ടെ. യേശുവേ, ഈ സമൂഹത്തില് സുവിശേഷ വേല ചെയ്യുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, വൈദികര് സമർപ്പിതരുണ്ടെങ്കിൽ, അവരുടെ ആത്മീയ വളർച്ച, സുവിശേഷ വളർച്ച, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, ഇടവകയിലെ ശുശ്രൂഷ, ദൈവജനത്തിന്റെ മേലെ ശുശ്രൂഷ, അതിനെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ അവരിൽ അവരുടെ കൂട്ടായ്മയിലെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ തിന്മയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു. മത്തായി 28:18 ബന്ധിക്കുന്നു.
പ്രാർത്ഥനയിൽ വളരാൻ തടസ്സമുള്ള മക്കൾ, ഒരുപാട് തടസ്സം അനുഭവിക്കും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥന സമയത്ത് ഒരുപാട് അസ്വസ്ഥത കയറി വരുന്നു. ചില ബന്ധനങ്ങൾ കുടുംബത്തിലുണ്ട്, ബന്ധനമുണ്ട്, TV ബന്ധനം, ടെലിവിഷന്റെ ബന്ധിക്കപ്പെട്ടു, കമ്പ്യൂട്ടറിന്റെ ബന്ധനത്തില്, മൊബൈൽ ഫോണിന്റെ ബന്ധനത്തില്, മറ്റു പല ബന്ധനങ്ങൾ, കുറ്റം പറച്ചിലിന്റെ ബന്ധനങ്ങൾ, അലസതയുടെ ബന്ധനങ്ങൾ, ക്ഷീണത്തിന്റെ ബന്ധനം, വഴക്കിന്റെ, കോപത്തിന്റെ ബന്ധനങ്ങൾ, നിരാശയുടെ ബന്ധനങ്ങൾ, ധനാസക്തികളുടെ ബന്ധനങ്ങൾ, വഴിവിട്ട ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ ഉള്ള ഏതെങ്കിലും മകനോ മകളോ ഇവിടെയുണ്ട്, ആ മകന്റെ മേൽ മകളുടെ മേലുള്ള പൈശാചിക ശക്തിയോട് കൽപ്പിക്കുന്നു. മത്തായി 28:18 കൽപ്പിക്കുന്നു, ആ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല അധികാരവും ലഭിച്ചിട്ടുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. തന്റെ കുരിശു ചുവട്ടിലേക്ക് ബഹിഷ്കരിച്ചയക്കുന്നു. ഈ മരിയൻ ധ്യാനകേന്ദ്രത്തിന്റെ വളർച്ച, ഉയർച്ച, അഭിഷേകത്തെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും മകനോ മകളോ എതിലെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തിന്മയുടെ ശക്തി ഏതെങ്കിലും വസ്തുവിലൂടെയോ സാഹചര്യങ്ങളുടെ സംഭവങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ മകന്റെ മേൽ, ആ മകളുടെ മേൽ, ആ സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല പൈശാചിക ശക്തികളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നരകത്തിലേക്ക് പറഞ്ഞേക്ക് വിട്ടുപോട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു, യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു, യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു, യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു. അഴിഞ്ഞു പോകട്ടെ ശബ്ദം. പഠിക്കുന്ന കുഞ്ഞുമക്കൾ, അവരുടെ മേലുള്ള ശാരീരികവും മാനസികവുമായ ബന്ധനങ്ങള്, ബുദ്ധിയിലെ തടസ്സങ്ങള്, പ്രാർത്ഥനയുടെ തടസ്സങ്ങള്, ആ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന അഴിയട്ടെ. ഈ സമൂഹത്തുള്ള മുഴുവൻ വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളെ, ഏകസ്ഥരായവരെ സമർപ്പിക്കുന്നു, വിധവകളായവരെ സമർപ്പിക്കുന്നു, വിധവന്മാരായവരെ സമർപ്പിച്ചു, ജീവിത പങ്കാളിയിൽ നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. അവരുടെ ദുഃഖങ്ങളും എല്ലാം ഈശോ സമർപ്പിക്കും. അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന പോകട്ടെ. അവരെ കുറിച്ച് ബഹിഷ്കരിക്കും. ഈ സമൂഹത്തിലുള്ള കുടുംബനാഥന്മാര്, കുടുംബനാഥകള്, അവരുടെ മേലുള്ള തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, ഭിന്നതയുടെ, വെറുപ്പിന്റെ, കോപത്തിന്റെ, ശാപത്തിന്റെ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കൃപയൊടുക്കണ, കൃപയൊടുക്കണ, കൃപ 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 കൃപ. ഈ സമൂഹത്തിലുള്ള യുവാക്കൾ, യുവതികൾ, അവരുടെ മേൽ, ഏതെങ്കിലും മക്കളുടെ മേൽ പൈശാചിക ശക്തി കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ആ തിന്മയുടെ ശക്തികൾ, പാപത്തിന്റെ കൂട്ടുകെട്ട്, അതിന്റെ കൂട്ടുകെട്ട് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന കുറിച്ചിട്ട് വിട്ടേക്ക് പറഞ്ഞു വിട്ടുപോട്ടെ. ചില മക്കള് ലോട്ടറി എടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങള്, ലോട്ടറി എടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഒരുപാട് നഷ്ടം വരുത്തിക്കൊണ്ട കുടുംബങ്ങൾ, അവരുടെ പറഞ്ഞാൽ പൈശാചിക ശക്തികളെ, ആ ദുഷ്ടശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ബന്ധനായിട്ട് ആടിയട്ടെ, 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 ആടിയട്ടെ. പ്രേമബന്ധങ്ങളിൽപ്പെട്ട് അനേക മക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, കാമത്തിന് അടിമപ്പെട്ട് നശിച്ചുകൊണ്ട് യുവാക്കൾ, യുവതികൾ, ആ മക്കളുടെ പ്രവർത്തിക്കുന്ന തെറ്റായ ബന്ധങ്ങളോ, തെറ്റായ ബോധ്യങ്ങളുടെ ആ പൈശാചിക ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുറിച്ച് പറഞ്ഞേക്കുന്നു. അപകട മരണങ്ങള്, അനർത്ഥങ്ങള്, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുരന്തങ്ങള്, തിന്മയുടെ ശക്തികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയെ മുഴുവനും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്നു. വിശ്വാസത്തോടെ ചോദിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി പറഞ്ഞു തരുന്നു, ശക്തമായിട്ട് പറഞ്ഞു തരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. പോരാ, പോരാ, പോരാ. അഭിഷേകം യേശുവേ, അഭിഷേകം
ഈശോ വെളിപ്പെടുത്തി കാണിച്ചു തരുന്നു. തൊണ്ട സംബന്ധമായ രോഗമുള്ള ഒരു മാരകമായ രോഗമുള്ള ഒരു മകളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തി കിട്ടുന്ന സ്ഥലത്ത് മദ്യപാനം മൂലം തകർന്ന് തരിപ്പണമായി പോയിരുന്ന 48 കുടുംബങ്ങൾക്ക് കർത്താവ് ഇന്ന് വിടുതൽ കൊടുത്തുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി കാണിച്ച ശക്തമാണ്. ഒരുപാട് പാപത്തിന് അടിമയായി കഴിഞ്ഞിരുന്ന ഒരു യുവാവിന് വലിയ മനസാന്തരം കിട്ടുന്നതായിട്ടും ഈശോയെ ഇപ്പോൾ കാണാനുമുള്ള ഒരു അഭിഷേകം ആ മകന് കിട്ടുന്നതായിട്ടും ആത്മാവ് വെളിപ്പെടുത്തി കാണിച്ചത്. വയറിനകത്ത് ഒരു ട്യൂമർ, ഒരു മുഴയുള്ള ഒരാൾക്ക് ഇപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി കിട്ടുന്നതായിട്ട് നമ്മൾ വെളിപ്പെടുത്തി കാണിച്ചത്. കുഞ്ഞുങ്ങളില്ലാത്ത 5 ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിട്ട് പരിശുദ്ധ വെളിപ്പെടുത്തി പറഞ്ഞു. ഭവനമില്ലാത്ത ഒരാൾക്ക് ഭവനം കിട്ടുന്നുണ്ടാകുന്ന വെളിപ്പെടുത്തി കാണിച്ചു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറയാനും വിശുദ്ധരായി ജീവിക്കുവാനുമുള്ള വലിയൊരു അഭിഷേകം 157 മക്കൾക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. നന്ദി കർത്താവേ, ഒരുപാട് നന്ദി. പ്രാർത്ഥനാ വരം ഈശോയെ സ്നേഹിക്കാനുള്ള വരം കിട്ടുന്നു. ഈശോയെ സ്നേഹിക്കാൻ ഈശോയുടെ സ്നേഹം കിട്ടുന്നു. ഈശോ കാണിച്ചു തരുന്നു, ശക്തമായിട്ട് കാണിച്ചിരുന്നു. 7 മക്കളെ കാണിച്ചിട്ട് പറയാണ് അവരിപ്പോൾ നല്ല കുമ്പസാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നതായിട്ട് ഇവർ വെളിപ്പെട്ട് കിട്ടുന്നു. പരിശുദ്ധ വെളിപ്പെടുത്തിയിരുന്നു 211 കുടുംബങ്ങളിൽ നിന്ന് ഈ മന്ത്രവാദ കൂടോത്ര ശുദ്രവിദ്യയുടെ പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നതായിട്ടും പൂർണ്ണമായി വിടുതൽ കർത്താവ് കൊടുത്തതായിട്ടും അന്ന് ഇന്നിതാ ഇപ്പൊ തന്നെ സംഭവിച്ചിരിക്കുന്നതായിട്ട്. ഈ സമയത്ത് തലച്ചോർ സംബന്ധമായ ഏറ്റവും ഒരു പ്രത്യേകതരം രോഗം, തലയ്ക്ക് സംബന്ധമായ ഒരു പ്രത്യേകതരം രോഗമാണ്. ആ രോഗം കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തി കാണിച്ചിരുന്ന ഒരാൾക്ക് ശക്തമായി. ദശാമിശിക മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ആത്മാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഈശോയുടെ സന്നിധിയിൽ എത്തുന്നതായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. ഈശോ പറഞ്ഞു തരുന്നു, ശക്തമായിട്ട് പറഞ്ഞു തരുന്നു. വളരെ കൃപയിൽ പറഞ്ഞു തരികയാണ്. 13 മക്കളോട് എല്ലാവരും ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നു. നിരുപാധികം ക്ഷമിക്കാൻ പറയുന്നു. ദാദാ വെളിപ്പെടുത്തിയിരുന്നു. ഒരു മകൻ വഴിവിട്ട ഒരു ബന്ധത്തിലേക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മകനോട് ഇനി മേലിൽ പോകരുത് എന്ന് കർത്താവ് താക്കീത് കൊടുക്കുന്നു. ശക്തമായ താക്കീത്. വെളിപ്പെടുത്തിയിരുന്നു. 19 മക്കളോട് ഇനി മേലിൽ മദ്യപിക്കരുത്, പുകവലിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു. മദ്യപാനം, പുകവലി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരോട് പൂർണ്ണമായിട്ടും. ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ഒരാൾക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കളിപ്പിക്കുന്നു. വീട്ടില് മരണാസന്നയായിട്ട് കിടക്കുന്ന പ്രായമുള്ള ഒരു അമ്മയെ ഈശോ വെളിപ്പെടുത്തിരുന്നു. നല്ല മരണം കർത്താവ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയുന്നു. ഇപ്പോൾ ശക്തമാണ്. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
കർത്താവ് ഈശോ എല്ലാവരും സ്നേഹിക്കുന്നു. പൂർണ്ണമായ മാനസാന്തരപ്പെടാൻ എല്ലാ തിന്മയും ഉപേക്ഷിച്ച് എളിമയിലും വിശുദ്ധിയിലും സത്യസന്ധതയിലും പ്രാർത്ഥനയിലും വളർന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാവരോടും ആവശ്യപ്പെട്ടു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, കൈകൂപ്പി കണ്ണടക്കട്ടെ. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ കർത്താവും ദൈവമായിട്ട് ഏറ്റുപറയും. എല്ലാവരും ഏറ്റുപറട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഉറക്കെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ മക്കളുടെ മേലും അഭിഷേകം പരിശുദ്ധാത്മാവ്. നട്ടല് സംബന്ധമായ വലിയൊരു രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് വെളിപ്പെടുന്നു. ഓപ്പറേഷന് വിധേയപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷെ കർത്താവിന് തൊട്ടിരിക്കുന്നു. ആളെ സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുക. പ്രാർത്ഥന, എളിമ, വിശുദ്ധി. ഇതാ വിശുദ്ധി. കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ power with this faith, with this faith. എല്ലാ കരങ്ങൾ ഉയർത്തി പിടിച്ച് സ്തുതിക്കുന്നു യേശുവേ.
യേശുവേ, കൃപ 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 വിടുതലുണ്ടാകട്ടെ. പട്ടടിയട്ടെ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. മുട്ടുമേ നിൽക്കാം. യേശുവേ, നന്ദി ദൈവമേ. നമുക്കെല്ലാവർക്കും മുട്ടുമേ നിൽക്കാം, മുട്ടുമേ നിൽക്കാം, മുട്ടുമേ നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കുകയാണ്. ഉദ്ധിതനായ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത വേളയിൽ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് ശിക്ഷഗണത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു എന്ന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. ആ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇപ്പോൾ പ്രകടമാണ്. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയത്ത് കർത്താവ് നിന്നെ തൊട്ടു. വിശ്വാസമാണ് വേണ്ടത്. ആരെല്ലാം വിശ്വാസത്തോടെ അവനെ വിളിക്കുന്നു അനുഗ്രഹിക്കപ്പെടും. അവനെ നോക്കിയവർ പ്രകാശിതരായി. എങ്ങനെ നോക്കിയവർ? വിശ്വാസത്തോടെ നോക്കിയവർ പ്രകാശിതരായി. അവനെ തൊട്ടവർ സുഖപ്പെട്ടു. എങ്ങനെ തൊട്ടവർ? വിശ്വാസത്തോടെ തൊട്ടവർ. അപ്പൊ ഈ സമയം കർത്താവ് നിനക്ക് നീട്ടിരുത്തിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സമയം. എല്ലാം മറന്ന് രണ്ട് കരമുയർത്തി പ്രാർത്ഥിക്കണം. കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കണം. കർത്താവിനെ വിളിക്കണം, സ്തുതിക്കണം, എല്ലാം ചെയ്യണം. യേശു ആശീർവദിക്കുന്നു.